ഹലോ ഗെയ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരൻ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ B2D തന്നെയാണ് സപ്പോർട്ട് ചെയ്തത്. അതിൻ്റെ ഒരു ക്ലിയർ കാര്യം പറയാനായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ ഗെയ്സ്, B2D കിളവൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ലൈവിൻ്റെ അകത്ത് ഏതൊരു ചെറുക്കനാണെങ്കിൽ 20 രൂപ സൂപ്പർ സെറ്റ് ചെയ്തെന്നും പറഞ്ഞിട്ട് ആ ചെറുക്കൻ്റെ അടുത്ത് പറയണ് വാക്സിനൊക്കെ ഇതുകൊണ്ട് പോയിക്കോട്, എനിക്കല്ല പൈസയ്ക്കൊക്കെ ബുദ്ധിമുട്ട്, ദാരിദ്ര്യം, അതൊക്കെ വാക്സിനാണെന്നും പറഞ്ഞ് വസന്തകാലം ഒരു ഊക്ക് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ 2K പിള്ളേർക്ക് പിടിക്കുമോ? 2K പിള്ളേർ അങ്ങേർക്ക് എന്താ പറയുക, വിസ അടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇറാനും ഇന്ത്യ ആയിട്ടുള്ള ഫൈറ്റിൽ ഇറാൻ ഇങ്ങോട്ട് ബോംബും പിന്നെ ലോക്കൽ ലോഞ്ചറൊക്കെ എടുത്ത് ഇട്ട് നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. അതിലാണ് കയറി B2D കിളവൻ പിടിച്ച് കയറി വന്നത് എന്നാണ് അറിവ്. പിന്നെ B2D കിളവൻ പറയുന്നുണ്ട് പ്യൂർ ഇൻ്റർനാഷണലിന് വാക്സ് മാത്രം പറയുന്നുണ്ട്. B2Dക്ക് പറഞ്ഞ എന്താണ് കുഴപ്പം? B2D കിളവ വാക്സ് സ്വയമേ പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല. വാക്സിൻ്റെ ലൈവ് കാണുന്നവരായാലും ഷോർട്സും വീഡിയോസൊക്കെ കാണുന്നവരായാലും അവർ പറഞ്ഞിട്ട് ലാസ്റ്റ് വാക്സ് പറയണം. അല്ല വാക്സ് ആദ്യമേ കയറി ഞാൻ പ്യൂർ ഇൻ്റർനാഷണലാണെന്നല്ല പറഞ്ഞത് കേട്ടോ. ഞാൻ പറയുമ്പോൾ എത്രത്തോളം വൃത്തി വരുന്നതെന്ന് എനിക്കറിയത്തില്ല. ആകെപ്പാടെ നമ്മളെ B2Dക്ക് വിഷമമുള്ള കാര്യമെന്ന് വെച്ചാൽ B2Dനെ ആരും പറയാനില്ല. ഇന്ത്യൻ സ്പിന്നിങ് ചാനലിന് B2Dൻ്റെത് ആരും പറയില്ല. ഒരു കുഞ്ഞ് പിള്ളേർ പോലും പറയില്ല, കുഞ്ഞ് യൂട്യൂബേഴ്സ് പോലും പറയില്ല. അതൊക്കെയാണ് B2Dക്ക് വിഷമം. പറയുന്നതായിക്കോട്ടെ, B2Dൻ്റെ കൂടെ നടക്കണ കൂട്ടുകാരും B2D മാത്രമാണ് പറയണത്. B2Dൻ്റെ കൂട്ടുകാരന്മാരും ആയിരിക്കും എന്താ പറയുക ഇന്ത്യൻ സ്പിന്നിങ് ചാനൽ എന്ന് പറയുള്ളൂ. ബുദ്ധിയുള്ള ഒരാൾ പോലും പറയൂല. ഇങ്ങനെ മോൻ വരെ ഇങ്ങനെ പിടിച്ചിട്ട് ഊക്കിയിട്ട്, എന്നിട്ട് അതും പോരാത്തതിന് ഒരു 8 വയസ്സായ ചെറുക്കന് വരെ അറിയാം ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന്. 40 വയസ്സായി കിളവൻ അറിഞ്ഞുകൂടുന്നു. എന്തൊരു പറയണേ, ഇങ്ങോട്ടെൻ്റെ വാപ്പാര പ്രായമുണ്ട്. താൻ പോയിട്ട് വല്ല പണിയും ചെയ്ത് തൻ്റെ കുടുംബം പോറ്റടോ ആദ്യം പോയി, എന്നിട്ട് വന്നിരുന്ന് പറ. അതായിരിക്കും അതിനെക്കാട്ടിയും വൃത്തിയുള്ളത്. എന്നിട്ട് PS5 സാന്റേനെ വിളിച്ചിട്ട് പരിപ്പും ചായ തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് സ്പീഡിക്കും പിന്നെ വേറെ ഏതൊരാൾക്കും കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ താങ്കൾ സ്വയമേ പൊക്കിപ്പിടിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യമില്ലേ 80+ ഉള്ള ഒരു യൂട്യൂബറാണെന്ന്. കഴിവ് അപ്പോഴേ തെളിയിച്ചുകൊണ്ട് താങ്കൾ ഇരിക്കുകയില്ലേ? അപ്പം താങ്കൾക്ക് എന്താണ്? പിന്നെ ഒരാൾക്ക് മാത്രമായിട്ട് സ്നേഹം കൂടുതൽ കൊടുക്കണം, 2 പേർക്ക് മാത്രമായിട്ട് സ്നേഹം കൂടുതൽ കൊടുക്കണം, ഒരാൾക്ക് മാത്രം സ്നേഹം കുറച്ചെടുക്കണം. അത് ശരിയാവണ കേസല്ല. ഒരാൾക്ക് മാത്രമായിട്ട് സ്നേഹം കുറച്ച് കൊടുത്താൽ എന്തിനാണ് മാമൻജി? ഇത് കഷ്ടമായിപ്പോയി. എന്താണ് B2D എണ്ണ? എന്നാലും B2D എണ്ണ കാണിച്ച വലിയ ചതിയായിപ്പോയി. ഇപ്പം 20-ാം തീയതിയാണ്. ഇപ്പം ഇത് പറഞ്ഞിട്ട് 2-3 മാസമായി എന്നാണ് പറഞ്ഞത്. അപ്പം പിന്നെ B2D എണ്ണ നാളെ തന്നെ മേടിച്ച് വെക്കാൻ നോക്കണേ. B2D എണ്ണ എന്താണെന്നാ പറഞ്ഞിട്ടിങ്ങനെ മോഹിപ്പിച്ച് പിള്ളേരൊക്കെ നിർത്തുന്നത്. മേടിച്ച് ഇപ്പോഴേ കൊടുക്കണ്ടേ B2D എണ്ണ? എന്നിട്ട് അവർ പഴംപൊരിയൊക്കെ ചോദിച്ചില്ലേ B2D എണ്ണ മേടിച്ച് കൊടുക്കണ്ടേ? B2D എണ്ണ എന്താണ്? B2D എണ്ണ മേടിച്ച് കൊടുത്തൂടെ? പിള്ളേരെ അപ്പം ഇങ്ങനെ കരയിപ്പിക്കാനൊക്കെ പാടുണ്ടോ B2D എണ്ണ? B2D എണ്ണ മേടിച്ച് കൊടുക്കാന്ന് പറഞ്ഞ സാധനം മേടിച്ച് കൊടുക്കത്തുമില്ല, എന്നാൽ പിന്നെ മോഹിപ്പിക്കാതിരിക്കത്തുമില്ല. എന്താണ് B2D എണ്ണ? പിന്നെ അങ്ങോട്ട് വിളിച്ചാണ് കേട്ടോ, PS5 സാന്റേനെ വിളിച്ചാണ്. എന്നിട്ട് പറഞ്ഞിരിക്കണു നിനക്കുള്ള പരിപ്പ് വടയും ചായയും ഞാൻ കരുതി വെച്ചിട്ടുണ്ടോ, ധാരാളം ഒരു ദിവസം. ഇതിപ്പോൾ എന്ത് പറയാനെന്ന് പറയണേ. ഇപ്പം B2D എണ്ണനെ വെച്ചുള്ള കേസ് നിർത്തി കാണുന്നത്, അത് വലിച്ചു കിട്ടി കുറച്ച് പ്രശ്നമൊന്നും ആക്കുന്നില്ല. അപ്പോൾ ഇവിടെ വെച്ച് അത് നിൽക്കുകയാണ്. അപ്പം ഗെയ്സ്, എൻ്റെ വോയിസ് ഓവർ കൊടുത്തിട്ടുള്ള 3-ാമത്തെ വീഡിയോ ആണിത്. അപ്പം നിങ്ങൾ ഇത് എവിടെയൊക്കെ എന്തൊക്കെയാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത്
ചിലവർ പറയുന്നുണ്ട് ഞാൻ വലുതാക്കി പറയുന്നുണ്ട് കേൾക്കുമ്പോൾ മടുപ്പാണെന്ന്. അപ്പം അത് ഞാൻ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം എൻ്റെ കൂട്ടുകാരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ എനിക്ക് എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയത് എന്ന് പറഞ്ഞു തരിക. അല്ല ഞാൻ ഇതിൽ കണ്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഇതിലും കൂടെ അയച്ചു തരിക. നിങ്ങൾ എൻ്റെ വാട്സപ്പിലും ഇതിലും അയച്ചു തരിക. അപ്പം ഞാൻ കാണുന്നതായിരിക്കും. എനിക്ക് എവിടെയാണ് തെറ്റ് പറ്റിയതെന്ന് നിങ്ങൾ അത് പറയുക. അപ്പം ഞാൻ അത് മാറ്റുന്നതായിരിക്കും. അപ്പം PSY സാന്റാ ബ്രോവിൻ്റെ അടുത്തും പിന്നെ എന്താ പറയുക വാക്സ് 777 ബ്രോവിൻ്റെ അടുത്തുമാണ് എനിക്ക് പറയാനുള്ളത്. വാക്സ് 777 ബ്രോവിൻ്റെ അടുത്ത് എത്തുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഈ ഫേസ്ബുക്ക് മാമെന്നല്ലാതെ വേറെ തലയിൽ എന്താ പറയുക, തലയിൽ കളിമണ്ണും വാരിയിട്ട് നടക്കുന്ന ആളെന്ന് പറയാം. ഓക്കെ, പിന്നെ ഓരോ ആൾക്കാർ ചോയ്സാണ്, നിങ്ങളിത് കേട്ടിട്ട് ചെയ്യുക. അല്ലെങ്കിൽ വേറെ ആൾക്കാർ ഇതിൽ ആയിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വേറെ ഉപ്പയിലും ഉമ്മയിലും അവരൊക്കെ ഇത് നോക്കുന്നുണ്ടെങ്കിലും അവർക്ക് ബുദ്ധിയുണ്ട്. അപ്പം ഞാൻ എന്തായാലും പോകുന്നു. ബൈ ബൈ, സി യു. എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ പോകുന്നു.